ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. എയോ ബിയോ ഓർ ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. വരയ്ക്കാം, കണ്ടെത്താം. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻസ്. മീരയും അവളുടെ കൂട്ടുകാരും മത്സരങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. മെനി കോമ്പറ്റീഷൻസ് ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കായി ഒരുപാട് മത്സരങ്ങളുണ്ട്. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് ദേ റീച്ച്ഡ് ദ. ഒന്നാമത്തെ ഐറ്റം ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ അവിടെ എത്തി. സി വാട്ട് വാസ് റിട്ടൺ ദ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കൂ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കമോൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരൂ, നമ്മൾക്കൊരു ചിത്രം വരയ്ക്കാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കിളും റെക്റ്റാങ്കിളും ഉപയോഗിച്ച് കൂട്ടുകാരോട് താഴെ കാണുന്ന ബോക്സിൽ ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമാണല്ലോ. കൂട്ടുകാർക്ക് അറിയുന്ന രീതിയിൽ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആളിൻ്റെയോ ചിത്രം റെക്റ്റാങ്കിളും സർക്കിൾസും മാത്രം ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. നമ്മൾക്കൊന്ന് വരച്ചു നോക്കാം, അല്ലേ? ഇതാ നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു വീട് വരച്ചിരിക്കുന്നത്. ഇതേപോലെയോ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ ചിത്രമോ കൂട്ടുകാർക്ക് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിൾസും സർക്കിൾസും മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ മുകളിൽ ഒരു ചിത്രം വരച്ചിട്ടില്ലേ? അതിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണ് ഉള്ളത് എന്ന് എണ്ണി നോക്കി താഴെ കാണുന്ന ബോക്സിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടീച്ചർ വരച്ചിരിക്കുന്ന ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണുള്ളത്? 12 റെക്റ്റാങ്കിൾസ് ആണ് ഉള്ളത്. അതാണ് ഇവിടെ ബോക്സിൽ ടീച്ചർ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ കൂട്ടുകാർ വരച്ച ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണുള്ളത്? അതാണ് കൂട്ടുകാർ ബോക്സിൽ ഇവിടെ എഴുതേണ്ടത്. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, put a cross mark against the statement which is not a characteristic of a rectangle. ഒരു റെക്റ്റാങ്കിളിന്റെ സ്വഭാവ സവിശേഷത അല്ലാത്ത സ്റ്റേറ്റ്മെന്റിന് നേരെ ക്രോസ് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഹാവ് 4 സൈഡ്സ്, 4 വശങ്ങളുണ്ട്. ഹാവ് 4 കോർണേഴ്സ്, 4 മൂലകളുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ, എതിർവശങ്ങൾ തുല്യമല്ല. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, എതിർവശങ്ങൾ തുല്യമാണ്. റെക്റ്റാങ്കിളിന്റെ സവിശേഷത അല്ലാത്തത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് നേരെയാണ് നമ്മൾ ക്രോസ് മാർക്ക് ഇടേണ്ടത്. ഇനി അതിലെ നാലാമത്തെ ചോദ്യം, ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഇവിടെ കാണിച്ചിരിക്കുന്നത് വീണ വരച്ചിരിക്കുന്ന ചിത്രമാണ്. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്. ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണ് കൂട്ടുകാർ കാണുന്നത്? എത്ര റെക്റ്റാങ്കിൾസ് ആണ്? വലിയൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. പിന്നെയോ ആ റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ 3 റെക്റ്റാങ്കിൾ ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ 4 റെക്റ്റാങ്കിൾ ആയി, അല്ലേ? പിന്നെ 2 റെക്റ്റാങ്കിൾ ഒരുമിച്ചിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അല്ലേ? അപ്പോൾ അതും കൂടി 5 റെക്റ്റാങ്കിൾ, 5 റെക്റ്റാങ്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഉള്ളത്. അതാണ് താഴെ നമ്മൾ ബോക്സിൽ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 2യിലെ എ ക്വസ്റ്റ്യൻ, കം വിൻ എ പ്രൈസ്. വരൂ, സമ്മാനം നേടൂ. സം ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ എക്സിബിഷൻ കൗണ്ടർ. എക്സിബിഷൻ കൗണ്ടറിന്റെ മറ്റൊരു ഭാഗത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇഫ് യു റൈറ്റ് ദ നമ്പർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് യു വിൽ ഗെറ്റ് എ പ്രൈസ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നമ്പർ എഴുതിയാൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സീ ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ബൈ മീര. മീരയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. സംഖ്യ ഏതാണെന്ന് കണ്ടെത്തി താഴെ നൽകിയിരിക്കുന്ന നമ്പർ സ്ട്രിപ്പിൽ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? 3 hundreds, 8 tens, 5 thousands, 4 ones. നമ്പർ എങ്ങനെ കണ്ടെത്താം? ആദ്യം ഏതാണ് വരേണ്ടത്? തൗസൻഡ്സ് ആണ്, അല്ലേ? പിന്നെയോ ഹൺഡ്രഡ്സ് ആണ്. പിന്നെ ഏതാണ്? ടെൻസ് ആണ് വരേണ്ടത്. പിന്നെ വൺസ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഏത് എഴുതണം? 5 thousands, അല്ലേ? 5 thousands എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ സ്ട്രിപ്പിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? 5000 എന്ന് എഴുതാം, അല്ലേ? ഇനി അടുത്തത് ഏതാണ് വരേണ്ടത്? ഹൺഡ്രഡ്സ് ആണ് വരേണ്ടത്. ഏതാണ് ഇൻസ്ട്രക്ഷനിൽ നൽകിയിരിക്കുന്ന ഹൺഡ്രഡ്സ്?
300s ആണ് അല്ലേ? അതാണ് രണ്ടാമത്തെ സ്ട്രിപ്പിൽ നമ്മൾ എഴുതേണ്ടത്. 300s എത്രയാണ്? 300 ആണ് അല്ലേ? ഇനി അടുത്തത് ഏതാണ് വരേണ്ടത്? ടെൻസ് ആണ് വരേണ്ടത്. ഇൻസ്ട്രക്ഷനിൽ എത്ര ടെൻസ് ആണ് നൽകിയിരിക്കുന്നത്? 8 ടെൻസ് ആണ് അല്ലേ? 8 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ് അല്ലേ? അതാണ് നമ്മൾ മൂന്നാമത്തെ സ്ട്രിപ്പിൽ എഴുതേണ്ടത്. ഇനി എത്ര വൺസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 4 വൺസ് ആണ്. 4 വൺസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നമ്മൾക്ക് നമ്പർ കണ്ടെത്താമല്ലോ. എത്രയാണ്? 5384 ആണ് നമ്പർ. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് നൽകിയിരിക്കുന്നത്? 4000s 3 10s join to form. 4 ആയിരങ്ങളും 3 പത്തുകളും ചേർന്ന് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പിൽ എഴുതുക? 4000s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4000 ആണ് അല്ലേ? ഇവിടെ ഹൺഡ്രഡ്സ് ഒന്നും നൽകിയിട്ടില്ല, അവിടെ നമ്മൾ ഒന്നും എഴുതേണ്ടതില്ല. പിന്നെ എത്രയാണ് ടെൻസ് നൽകിയിരിക്കുന്നത്? 3 ടെൻസ് ആണ് അല്ലേ? 3 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണല്ലോ. അതാണ് നമ്മൾ മൂന്നാമത്തെ സ്ട്രിപ്പിൽ എഴുതേണ്ടത്. ഇനി വൺസ് ഇവിടെ ഒന്നും നൽകിയിട്ടില്ല, അത് നമ്മളൊന്നും എഴുതേണ്ടതില്ല. ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എത്രയാണ്? 4030 ആണ്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കാം. ദ നമ്പർ വിത്ത് 25 hundreds, 8 tens ആൻഡ് 4 ones. എന്താണ്? 25 നൂറുകളും 8 പത്തുകളും 4 ഒന്നുകളുമാണ്. 25 hundreds എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500 ആണ്. അതാണ് നമ്മൾ ആദ്യത്തെ സ്ട്രിപ്പിൽ എഴുതി ചേർക്കേണ്ടത്. പിന്നെയോ ഹൺഡ്രഡ്സ് ഇവിടെ ഒന്നും നൽകിയിട്ടില്ല, അവിടെ ഒന്നും നമ്മൾ എഴുതേണ്ടതില്ല. ഇനി എത്രയാണ് നൽകിയിരിക്കുന്നത്? 8 ടെൻസ് ആണ് അല്ലേ? 8 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണല്ലോ. അതാണ് നമ്മൾ മൂന്നാമത്തെ സ്ട്രിപ്പിൽ എഴുതേണ്ടത്. ഇനി എത്രയാണ് നൽകിയിരിക്കുന്നത്? 4 വൺസ്. 4 വൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? അതാണ് നമ്മൾ നാലാമത്തെ സ്ട്രിപ്പിൽ എഴുതേണ്ടത്. ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എത്രയാണ്? 2584 ആണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? 1 less the small 4-digit number. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അല്ലെങ്കിൽ സ്മോൾ 4-digit നമ്പർ ഏതാണ്? 1000 ആണ് അല്ലേ? 1000-ൽ നിന്നും 1 മൈനസ് ചെയ്താൽ എത്രയാണ് നമ്മൾക്ക് ലഭിക്കുക? 999 ആണ് അല്ലേ? അതിനെ നമ്മൾക്ക് രണ്ടാമത്തെ നമ്പർ സ്ട്രിപ്പിൽ എഴുതി ചേർക്കാം. മറ്റുള്ളവയൊന്നും നൽകിയിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ എത്രയാണ്? 999 ആണ്. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് 2160? 2160 കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് താഴെ നിന്നും കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് എന്താണ്? 2000s and 6 tens. 2 ആയിരങ്ങളും 6 പത്തുകളും. രണ്ടാമത്തേത് എന്താണ്? 2000s and 60 tens. 2 ആയിരങ്ങളും 60 പത്തുകളുമാണ്. മൂന്നാമത്തേത് എന്താണ്? 2000s and 16 tens. 2 ആയിരങ്ങളും 16 പത്തുകളുമാണ്. ഇനി നാലാമത്തേത് എന്താണ്? 2000s and 16 hundreds. 2 ആയിരങ്ങളും 16 നൂറുകളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ? 2000s and 16 tens ആണ്. ഇനി ആക്ടിവിറ്റി 2-ലെ ബി ക്വസ്റ്റ്യൻ, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. സംഖ്യകൾ നിർമ്മിക്കാം. സീ ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോട്ട്. സാന്ദ്രക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ കാർഡുകൾ നോക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്സ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്ര? സാന്ദ്രയുടെ കയ്യിലെ കാർഡ് കൂട്ടുകാർ കണ്ടല്ലോ. ആ കാർഡിലെ നമ്പർ നിർമ്മിക്കാൻ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പർ സ്ട്രിപ്പുകൾ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ നമ്പർ എത്രയാണ്? 6475 ആണ് അല്ലേ? ആ നമ്പർ നിർമ്മിക്കാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഏതെല്ലാം നമ്പർ സ്ട്രിപ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഫസ്റ്റ് ഏതെടുക്കണം? തൗസൻഡ്സ് പ്ലേസിൽ ഏതാണ് വരുന്നത്? 6 ആണ് അല്ലേ? അപ്പോൾ 6000 സ്ട്രിപ്പാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇനി ഹൺഡ്രഡ്സ് പ്ലേസിൽ എത്രയാണ് വരുന്നത്? 4 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഏത് സ്ട്രിപ്പാണ് എടുക്കേണ്ടത്? 400ന്റെ സ്ട്രിപ്പാണ് എടുക്കേണ്ടത്. ഇനി അടുത്തത് ഏതാണ്? ടെൻസ് പ്ലേസിൽ എത്രയാണ് വരുന്നത്? 7 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഏത് സ്ട്രിപ്പാണ് എടുക്കേണ്ടത്? 7 ടെൻസ് ആണ് അല്ലേ? 7 ടെൻസ് എത്രയാണ്? 70 ആണ്. 70 എന്ന നമ്പർ സ്ട്രിപ്പാണ് നമ്മൾ താഴെ നിന്നും എടുക്കേണ്ടത്. ഇനി അടുത്തത് ഏതാണ്? വൺസ് പ്ലേസിൽ എത്രയാണ് വരുന്നത്? 5 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ താഴെ നിന്നും
5 എന്ന് എഴുതിയ നമ്പർ സ്ട്രിപ്പാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് സാന്ദ്രയുടെ നമ്പർ കാർഡിന് അനുയോജ്യമായിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് കിട്ടിയല്ലോ. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്സ്. മുകളിൽ നൽകിയിരിക്കുന്ന നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ 4-digit നമ്പർ അല്ലെങ്കിൽ നാലക്ക സംഖ്യ, ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾക്ക് തൗസൻഡ്സിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്നവയിൽ തൗസൻഡ് സ്ട്രിപ്സ് ഏതെല്ലാമാണ്? 9000 ഉണ്ട്, 6000 ഉണ്ട്, 7000 ഉണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? 9000 ആണല്ലോ. ഇനി നമ്മൾക്ക് അടുത്തത് ഏതാണ് വേണ്ടത്? 100s പ്ലേസിലുള്ള നമ്പർ സ്ട്രിപ്സ് ആണ് അല്ലേ? 100s പ്ലേസിൽ ഉള്ള നമ്പർ സ്ട്രിപ്സിൽ ഏതാണ് വലുത് എന്ന് നോക്കാം. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 500 ഉണ്ട്, 400 ഉണ്ട്, 800 ഉണ്ട്, 600 ഉണ്ട്, 300 ഉണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? 800 ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾക്ക് തൗസൻഡ്സ് പ്ലേസിലെ ഏറ്റവും വലിയ നമ്പറും 100s പ്ലേസിലെ ഏറ്റവും വലിയ നമ്പറും കിട്ടി. ഇനി നമ്മൾക്ക് ഏതാണ് കിട്ടേണ്ടത്? 10s പ്ലേസിലെ ഏറ്റവും വലിയ നമ്പറാണ്. 10s പ്ലേസിലെ നമ്പർ സ്ട്രിപ്സ് ഏതെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 90 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട് അല്ലേ? അതിൽ ഏതാണ് വലുത്? 90 ആണല്ലോ. ഇനി നമ്മൾക്ക് എടുക്കേണ്ടത് 1s പ്ലേസിലെ നമ്പർ സ്ട്രിപ്പാണ്. 1s പ്ലേസിൽ നൽകേണ്ട നമ്പർ സ്ട്രിപ്പുകൾ എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 6 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും വലിയ 1s പ്ലേസിലെ നമ്പർ സ്ട്രിപ്പ് ഏതാണ്? 6 ആണല്ലോ. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ 4-digit നമ്പർ കിട്ടിയല്ലോ. എത്രയാണ്? 9896. ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Take a bead from the thousands place on the abacus and place it on the tens place. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബാക്കസിലെ തൗസൻഡ്സ് പ്ലേസിൽ നൽകിയിരിക്കുന്ന മുത്തുകൾ കണ്ടല്ലോ. എത്ര മുത്തുകളാണുള്ളത്? 4 മുത്തുകളാണ് അല്ലേ? അതിൽ നിന്നും ഒരു മുത്തെടുത്തിട്ട് 10s പ്ലേസിലേക്ക് വെക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ദ നമ്പർ ഗോട്ട് നൗ? ഇപ്പോൾ കൂട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൽകിയിരിക്കുന്ന അബാക്കസിലെ നമ്പർ എത്രയായിരുന്നു? 4000 ആയിരുന്നു അല്ലേ? ഒരു ബീഡ് എടുത്തിട്ട് നമ്മൾ 10s പ്ലേസിലേക്ക് വെച്ചപ്പോൾ എത്രയാണ് പിന്നീട് നമ്പറായി മാറിയത്? തൗസൻഡ്സ് പ്ലേസിൽ 3 ബീഡ്സ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ എത്രയാണ് നമ്പർ? 3000 ആയി മാറി. പിന്നെയോ 100s പ്ലേസിൽ ഒന്നുമില്ല. 10s പ്ലേസിൽ ഒരു ബീഡാണ് ഉള്ളത്. 1s പ്ലേസിൽ ഒരു ബീഡും ഇല്ല. അപ്പോൾ എത്രയാണ് നമ്പർ ഉണ്ടാവുക? 3010 ആണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ. ഇനി അതിലെ നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. ആദ്യത്തെ നമ്പറും ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ആദ്യത്തെ അബാക്കസിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 4000 ആയിരുന്നു അല്ലേ? പിന്നീട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എത്രയാണ്? 3010 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടെത്താം? 4000 മൈനസ് 3010. എത്രയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആൻസർ? 990 ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ 5083? താഴെ നൽകിയിരിക്കുന്നവയിൽ 5083 ഏതാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. പുട്ട് ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ. ശരിയായവയ്ക്ക് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? 1s പ്ലേസിൽ എന്താണ് നൽകിയിരിക്കുന്നത്? 3 ആണ്. 10s പ്ലേസിൽ ഏതാണ് നൽകിയിരിക്കുന്നത്? 8 ആണ്. 100s പ്ലേസിൽ ഒന്നുമില്ല. 1000s പ്ലേസിൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ മൂന്നാമത് കാണിച്ചിരിക്കുന്ന ഓപ്ഷനാണ് ശരിയായത്. ഇനി ആക്ടിവിറ്റി 3, ഹൗ മെനി ചിൽഡ്രൻ ആർ ലൈൻഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ ആൻ എക്സിബിഷൻ. ഒരു എക്സിബിഷന് വേണ്ടി കുട്ടികൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വരി വരിയായി നിൽക്കുകയാണ്. മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. മീര എവിടെയാണ് നിൽക്കുന്നത്? മുന്നിൽ നിന്നും 13ാമത്തേതാണ്, ബാക്കിൽ നിന്നും 13ാമത്തേതായാണ് മീര നിൽക്കുന്നത്. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ? ആ വരിയിൽ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? മീരയുടെ സ്ഥാനം 13ാമത്തേതാണെന്ന് നൽകിയിട്ടുണ്ടല്ലോ. മുന്നിൽ നിന്നും 13ാമത്തേതാണ്, പിന്നിൽ നിന്നും 13ാമത്തേതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 13 + 13 - 1 എന്ന് ചെയ്താൽ നമ്മൾക്ക് ആൻസർ ലഭിക്കും. എന്തിനാണ് 1 മൈനസ് ചെയ്യുന്നത്? 2 പ്രാവശ്യവും മീരയെ കൂട്ടേണ്ടതില്ല അല്ലേ? ഒരു പ്രാവശ്യം മാത്രം മീരയെ കൂട്ടിയാൽ മതി.
അതായത് ആദ്യത്തെ 13-ൽ മീരയുണ്ട്, രണ്ടാമത്തെ 13-ൽ നിന്നും മീരയെ മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 25 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിത്ര സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് നമ്പർ ഓഫ് 2789. മിത്ര വരിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. അവളുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2789 ആണ്. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? നമ്മൾക്കറിയാം മിത്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2789 ആണ് അല്ലേ? ആകെ എത്ര കുട്ടികളായിരുന്നു ആ വരിയിൽ ഉണ്ടായിരുന്നത്? 25 കുട്ടികളായിരുന്നല്ലോ. അങ്ങനെയാവുമ്പോൾ ആ 2789-നോട് 25 കൂട്ടി നോക്കിയിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് 1 മൈനസ് ചെയ്യുന്നത്? കാരണം എന്താണ്? ആ 25 കുട്ടികളിൽ മിത്രയുണ്ട് അല്ലേ? മിത്രയുടെ ടിക്കറ്റ് നമ്പർ നമ്മൾക്ക് നൽകിയിട്ടുമുണ്ട്. അതിനാണ് നമ്മൾ 1 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 2789 പ്ലസ് 24 ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ആൻസർ ലഭിക്കും. എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? 2813 ആണ് അവസാനമായി നിൽക്കുന്ന സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ. ഇനി മൂന്നാമത്തെ ചോദ്യം. ടിക്കറ്റ്സ് കോസ്റ്റ് ഈസ് 2500 rupees. ടിക്കറ്റുകളുടെ വില എത്രയാണ്? 2500 രൂപയാണ്. ദേ ഹാവ് 500 rupee നോട്ട്സ് ഇൻ ഹാൻഡ്. അവരുടെ കയ്യിൽ എത്രയാണ് ഉള്ളത്? 500 രൂപ നോട്ടുകളാണ് ഉള്ളത്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? അങ്ങനെയാണെങ്കിൽ അവർ എത്ര നോട്ടുകളാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? 2500-നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 500-ന്റെ 5 നോട്ടുകളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇനി നാലാമത്തെ ചോദ്യം. സീ ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുവിന്റെ കയ്യിലുള്ള നമ്പർ കാർഡുകൾ നോക്കൂ. ഏതെല്ലാമാണ്? 3468, 3648, 4368, 4863, 3864. ക്വസ്റ്റ്യൻ എന്താണ്? ദീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. മനുവിന്റെ കയ്യിലുള്ള നമ്പർ കാർഡുകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യണം. പോട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. ശരിയായ ആൻസറിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ലാർജ് നമ്പറിൽ നിന്നും സ്മോളസ്റ്റ് നമ്പറിലേക്ക് എങ്ങനെ നമ്മൾക്ക് അറേഞ്ച് ചെയ്യാം? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അല്ലേ? എങ്ങനെയാണ്? 4863, 4368, 3864, 3648, 3468. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സീ ദ പിക്ചർ പാറ്റേൺ. താഴെ നൽകിയിരിക്കുന്ന പിക്ചർ പാറ്റേൺ കൂട്ടുകാരോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പുട്ട് ടിക്ക് മാർക്ക് ടു ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. അടുത്തതായി വരുന്ന ചിത്രം ഏതാണെന്ന് കണ്ടെത്തി അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പിക്ചറാണ് ശരിയായിട്ടുള്ളത് അല്ലേ? ആദ്യം എവിടെയാണ് ബോൾ ഉണ്ടായിരുന്നത്? വലത് സൈഡിലെ കോർണറിലായിരുന്നു. പിന്നെ അത് മുകളിലത്തെ കോർണറിലേക്ക് എത്തി. പിന്നെ അത് ഇടതു ഭാഗത്തുള്ള മുകളിലത്തെ കോർണറിലേക്ക് എത്തി. ഇനി അത് എങ്ങോട്ടാണ് പോകുക? ഇടതു ഭാഗത്തെ കോർണറിലേക്കാണ് അല്ലേ? നാലാമത്തെ ചിത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4 കാർ റേസ്. മീര ആൻഡ് മിത്ര സ്റ്റാർട്ടഡ് പ്ലേയിങ് കാർ റേസ് ഓൺ ദ കമ്പ്യൂട്ടർ. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാർ റേസ് ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സീ ദ പോയിന്റ്സ് ദേ ഗോട്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സുകൾ ശ്രദ്ധിക്കൂ. മീരയ്ക്ക് ഒന്നാമത്തെ റൗണ്ടിൽ എത്ര പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്? 495 പോയിന്റ്സ് ആണ് അല്ലേ? രണ്ടാമത്തെ റൗണ്ടിൽ മീരയ്ക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് എത്രയാണ്? 1805 ആണ്. ഇനി മിത്രയ്ക്ക് ഒന്നാമത്തെ റൗണ്ടിൽ എത്ര പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്? 515 ആണ്. അവൾക്ക് രണ്ടാമത്തെ റൗണ്ടിൽ എത്ര പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്? 1685 ആണ്. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര പോയിന്റ്സ് ആണ് ആകെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ്സ് മീര ഗോട്ട്. മീരയ്ക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സുകൾ എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? 495 പ്ലസ് 1805
കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? 2300 ആണ് മീരയ്ക്ക് 2 റൗണ്ടുകളിലും കൂടി ആകെ ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ്. ഇനി പോയിന്റ്സ് മിത്ര ഗോട്ട്. മിത്രക്ക് ലഭിച്ചിരിക്കുന്ന ആകെ പോയിന്റ്സ് എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? 515 പ്ലസ് 1685 കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്? 2200 ആണ് മിത്രയ്ക്ക് 2 റൗണ്ടുകളിലും കൂടി ആകെ ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിന്റുകൾ കിട്ടിയിരിക്കുന്നത്? ടോട്ടൽ പോയിന്റ്സിൽ ഏതാണ് കൂടുതൽ? 2300 ആണ് അല്ലേ? അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? മീരയ്ക്കാണ്. ഇനി ഹൗ മച്ച് മോർ? എത്രയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? 2300 നിന്നും 2200 കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? 100 പോയിന്റ്സ് ആണ് മീരയ്ക്ക് അധികമായി കിട്ടിയിരിക്കുന്നത്. ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ? താഴെ ഒരു നമ്പർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത നമ്പർ എത്രയായിരിക്കുമെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. താഴെ കൂട്ടുകാർക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്പർ പാറ്റേൺ എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 1000, 1200, 1450, 1750. ഇനി അടുത്ത നമ്പർ ഏതാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. പാറ്റേണിലെ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത്? 1000ഉം 1200ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 200 ആണ് അല്ലേ? 1200ഉം 1450ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 250 ആണ്. പിന്നെയോ 1450ഉം 1750ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 300 ആണ് അല്ലേ? എങ്ങനെയാണ് വന്നതിപ്പോൾ? 200, 250, 300. ഇനി അടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരിക? 350 ആയിരിക്കും അല്ലേ? അതായത് 1750 പ്ലസ് 350 കൂട്ടി നോക്കിയാൽ മതി. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 2100 ആണ് ആൻസർ. കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. ഇനി ആക്ടിവിറ്റി 5ലെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേ എക്യുപ്മെന്റ്സ്. മീര, ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചേഴ്സ് വെന്റ് ടു പർച്ചേസ് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഫോർ ദ സ്കൂൾ. സ്കൂളിലേക്ക് കളി ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയായ മീര ടീച്ചേഴ്സിന്റെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. ദേ ഹാഡ് 5500 rupees. അവരുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത്? 5500 രൂപയാണ്. ഇവിടെ പ്രൈസ് ലിസ്റ്റ്, സാധനങ്ങളുടെ വില വിവര പട്ടിക നൽകിയിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റിന്റെയും ബോളിന്റെയും പ്രൈസ് എത്രയാണ്? 1230 rupees ആണ്. ക്യാരം ബോർഡിന്റെ പ്രൈസ് എത്രയാണ്? 1300 ആണ്. ഷട്ടിൽ ബാറ്റിന്റെയും കോക്കിന്റെയും പ്രൈസ് എത്രയാണ്? 970 ആണ്. ഹെൽമെറ്റിന്റെ പ്രൈസ് എത്രയാണ്? 1450 ആണ്. ജേഴ്സിയുടെ പ്രൈസ് എത്രയാണ്? 1050 ആണ്. വോളിബോൾ നെറ്റിന്റെ പ്രൈസ് എത്രയാണ്? 860 ആണ്. വോളിബോളിന്റെ പ്രൈസ് എത്രയാണ്? 1099 ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. ആകെ വില കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടീച്ചർ പറയുന്നത്? നീഡ് ടു പർച്ചേസ് ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോക്ക് ആൻഡ് ക്യാരം ബോർഡ്. ക്രിക്കറ്റ് ബാറ്റും ബോളും ഷട്ടിൽ ബാറ്റും കോക്കും ക്യാരം ബോർഡുമാണ് അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മൾ ഈ ടേബിളിൽ എഴുതി ചേർക്കാം. ക്രിക്കറ്റ് ബാറ്റിന്റെയും ബോളിന്റെയും പ്രൈസ് എത്രയാണ്? 1230 ആണ്. ഷട്ടിൽ ബാറ്റിന്റെയും കോക്കിന്റെയും പ്രൈസ് എത്രയാണ്? 970 ആണ്. ക്യാരം ബോർഡിന്റെ പ്രൈസ് എത്രയാണ്? 1300 ആണ്. ഇനി നമ്മൾക്ക് ടോട്ടൽ പ്രൈസ് കണ്ടെത്താമല്ലോ. എങ്ങനെയാണ്? 1230 പ്ലസ് 970 പ്ലസ് 1300. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 3500 ആണ് ടോട്ടൽ പ്രൈസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ബാക്കിയുള്ള പൈസ എത്രയാണെന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കയ്യിൽ എത്രയായിരുന്നു പൈസ ഉണ്ടായിരുന്നത്? 5500 ആയിരുന്നു അല്ലേ? എത്ര രൂപയ്ക്കാണ് അവർ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്?
3500 അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പൈസയാണ് അവരുടെ കയ്യിലുള്ളത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5500 നിന്നും 3500 കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 2000 ആണ് അല്ലേ? ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ? ഇനി കൂടുതൽ എന്തെല്ലാം പർച്ചേസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവരുടെ കയ്യിൽ 2000 റുപ്പീസ് ബാലൻസ് ഉണ്ട് അല്ലേ? ആ പൈസ കൊണ്ട് അവർക്ക് ഇനി എന്തെല്ലാം വാങ്ങിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ലിസ്റ്റ് നോക്കൂ. ഇനി എന്തെല്ലാം വാങ്ങിക്കാം? 1050 റുപ്പീസിനോട് ജേഴ്സി വാങ്ങിക്കാം, വോളിബോൾ നെറ്റും വാങ്ങിക്കാം. എത്രയാണ് അതിൻ്റെ വില? 860 റുപ്പീസ് ആണ് അല്ലേ? അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? 1910 റുപ്പീസ് ആണ്. 2000 റുപ്പീസ് കൊണ്ട് അവർക്ക് ആ രണ്ട് ഐറ്റം കൂടി വാങ്ങിക്കാം. ഇനി ആക്ടിവിറ്റി 5-ലെ ബി ക്വസ്റ്റ്യൻ, ഓണം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെന്റ് ടു ബൈ ഡ്രസ് ഫോർ ഓണം. ഓണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഭാഗ്യ അവളുടെ പാരൻസിൻ്റെ കൂടെ ഷോപ്പിലേക്ക് പോവുകയാണ്. ദേ ഹാഡ് 7000 റുപ്പീസ്. അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 7000 രൂപയാണ് അല്ലേ? ഇവിടെ ഡ്രസ്സുകളുടെ പ്രൈസ് ലിസ്റ്റ് നൽകിയിട്ടുണ്ട്, വില വിവര പട്ടിക നൽകിയിട്ടുണ്ട്. ഷർട്ടിന് എത്ര രൂപയാണ്? 900 റുപ്പീസ് ആണ്. പാൻസിന് 1050 റുപ്പീസാണ്. ലച്ചയ്ക്ക് 1550 റുപ്പീസാണ്. ചുരിദാറിന് 1240 റുപ്പീസാണ്. സാരിക്ക് 2100 റുപ്പീസാണ്. ടീഷർട്ടിന് 950 റുപ്പീസാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീ ദ ഡ്രസ് ബോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹർ ബ്രദർ. ഭാഗ്യയ്ക്കും അവളുടെ സഹോദരനും വാങ്ങിയിരിക്കുന്ന ഡ്രസ്സുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? ആകെ വില എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. 900 റുപ്പീസിന്റെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, 1050 റുപ്പീസിന്റെ ഒരു പാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, 1550 റുപ്പീസിന്റെ ഒരു ലച്ചയുമാണ് ഭാഗ്യയ്ക്കും അവളുടെ ബ്രദറിനും കൂടി വാങ്ങിയിരിക്കുന്നത്. ടോട്ടൽ പ്രൈസ് എങ്ങനെ കണ്ടെത്താം? അവ മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 3500 റുപ്പീസാണ്. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. അവരുടെ കയ്യിലുള്ള ബാക്കി പൈസ എത്രയാണെന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കയ്യിൽ എത്രയായിരുന്നു പൈസ ഉണ്ടായിരുന്നത്? 7000 റുപ്പീസ് ആയിരുന്നു അല്ലേ? അവർ എത്ര രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്? 3500 റുപ്പീസിനാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് എങ്ങനെ കണ്ടെത്താം? 7000-ൽ നിന്നും 3500 കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 3500 റുപ്പീസാണ്. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം, ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ. അവർക്ക് അച്ഛന് വേണ്ടി ഒരു ടീഷർട്ടും വാങ്ങണം, അമ്മയ്ക്ക് വേണ്ടി ഒരു സാരിയും വാങ്ങണം. വിൽ ദ ബാലൻസ് മണി ഈസ് സഫിഷ്യൻറ്റ്? അവരുടെ കയ്യിലെ ബാക്കി 3500 റുപ്പീസ് ഈ ടീഷർട്ടും സാരിയും വാങ്ങാൻ മതിയാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീഷർട്ടിന്റെ വില എത്രയാണ്? 950 റുപ്പീസാണ്. സാരിയുടെ വില എത്രയാണ്? 2100 റുപ്പീസാണ്. ടോട്ടൽ എത്രയാണ് വരുന്നത്? 950 പ്ലസ് 2100 ചെയ്ത് നോക്കിയാൽ എത്രയാണ് കിട്ടുന്നത്? 3050 റുപ്പീസാണ് അല്ലേ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. സഫിഷ്യന്റ് തികയും, ഇൻസഫിഷ്യന്റ് തികയില്ല. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? അവരുടെ കയ്യിൽ 3500 റുപ്പീസ് ഉണ്ടായിരുന്നു അല്ലേ? അവർ 3050 റുപ്പീസിന് മാത്രമാണല്ലോ വാങ്ങിയത്. അതുകൊണ്ട് സഫിഷ്യന്റ് അവർക്ക് തികയും അല്ലേ? എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.